ഇന്ന് വന്നിട്ടുള്ളത് ബീഫ് കട്ട്ലറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. അതിലോട്ട് 2 വലിയുള്ളി അരിഞ്ഞതും ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ. അത്യാവശ്യം ഒന്ന് വെന്ത് വരുമ്പം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച ബീഫ് നന്നായിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്തതും 2 ഉരുളക്കിഴങ്ങ് വേവിച്ചതും മല്ലിച്ചപ്പും പുതിനയിലും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാല റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മിക്സിയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ മുഴുവനും ചെയ്തെടുക്കുക. ഇനി നമ്മൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ഹൈ ഫ്ലെയിമിൽ പൊരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഓരോ കട്ട്ലറ്റായിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറിച്ചിട്ട് വേവിക്കാം കേട്ടോ. ഇപ്പം നമ്മളെ കട്ട്ലറ്റൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കട്ട്ലറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.